രാവിലെ തന്നെ തൊഴുത്തിലെത്തുന്നുണ്ട് കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു തോന്നുന്നു. നല്ലതല്ല, ചെറിയൊരു മഴയുണ്ട്, ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഭാഗ്യത്തിനിതേ തൊഴുത്ത് നോക്ക്, ഇന്നലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പോയതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. വലിയതായിട്ട് വളമൊന്നും ഇട്ടിട്ടില്ല. അതെ, അതുകൊണ്ട് നമുക്കിന്ന് പണി കുറവായിരിക്കും. അമ്മ വലിയതായിട്ട് വളമൊന്നും ഇട്ടിട്ടില്ല. ഞാൻ എണീറ്റ് വരുമ്പോൾ കിടന്നുറങ്ങണ ആയിരുന്നു. ഞാൻ ഒന്നുകൂടെ എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ നിൽക്കുന്നു. ഒന്ന് ക്യാച്ച് പിടിച്ചു. അമ്മ എണീറ്റിട്ടുണ്ട്. പൊന്നു 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 മഴയും തണുപ്പും എന്താ പറയുക, ഉറങ്ങി നിൽക്കാൻ ഭയങ്കര മടി. ഇന്നലെ 5:15 എണീറ്റ് വന്നു. ഇന്നും വരണം എന്ന് പറഞ്ഞാൽ പൊന്നു അലറാമൊക്കെ വെച്ചതായിരുന്നു. പക്ഷേ തണുപ്പും മഴയൊക്കെ ആയപ്പോൾ കുറച്ച് നേരം കൂടെ ആവട്ടെ എന്നുകൊണ്ട് അങ്ങനെ കിടന്നു. എന്നാലും പണി കുറവാണ്, നമുക്ക് നല്ലതാണ്. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് കഴുകി കഴിഞ്ഞ ഇവിടെയൊക്കെ തൊഴുത്ത് ഉണങ്ങാൻ ഭയങ്കര പാടാണ്. നമുക്ക് മഴയില്ലാത്തപ്പോഴാണെങ്കിൽ നമുക്ക് തൊഴുത്ത് കഴുകിയാലും ഇവരതിന് പുറത്തഴിച്ച് കേട്ടാം. അതിപ്പോൾ മഴ ആയതുകൊണ്ട് പുറത്തഴിച്ച് കെട്ടാനും പറ്റില്ല. തൊഴുത്ത് കഴുകുകയും ചെയ്താൽ ആകെ നനഞ്ഞ് ഇവിടെ മൊത്തം ഈച്ചയുടേതാകും. പിന്നെ ഇതേ വളം അങ്ങനെ ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് കഴുകാണ്ട് രക്ഷപ്പെട്ടു. ഇത് വലുതായിട്ട് ആ മാറ്റ് മാത്രം ജസ്റ്റ് അടിച്ചു വിട്ടാൽ മതി. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ടതിന് പക്കാവായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടൊന്ന്. മാറ്റിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കാം നമുക്ക് കേട്ടോ. അകിട് കഴുകിയതാണ് കേട്ടോ. ഇന്നലെ അകിട് കഴുകി എടുത്ത വെള്ളവും രണ്ടാളും കൂടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് വേഗം കഴിഞ്ഞു കേട്ടോ പണിയൊക്കെ. മഴയായതുകൊണ്ട് ഇനിയിപ്പോൾ പിന്നെ തൊഴുത്തില്ലെന്ന് നിർത്തണം വേണ്ട. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡ്രമ്മൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാൽ ഇറക്കാൻ ഞാനൊന്നും ഇവിടെ വൃത്തികേടാക്കണ്ട, വളം ഇടുകയാണെങ്കിൽ വാരാലോ എന്ന് വെച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്നെ പച്ചൻ മേയ്ക്കാൻ കൊണ്ടുപോകണമെന്നുണ്ട്. എന്നെ ഇവിടുത്തെ വൈക്കോളൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. 2 നേരം പിന്നെ മേയ്ക്കാൻ കൊണ്ടുപോകും കേട്ടോ. ഇപ്പം നമ്മൾ തീറ്റ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. 3 കപ്പൊക്കെ കൊടുക്കുന്നതോടെ ഇപ്പോൾ 2.5 കപ്പൊക്കെ കുറച്ചു കൂട്ടോ തീറ്റ. കാരണം എന്താ പറഞ്ഞപ്പോൾ പാലിൻ്റെയും പൈസ കൂടി, പക്ഷെ അതിന് ഡബിളായിട്ട് തീറ്റൻ്റെയും വില കൂടിയില്ലേ, അതുകൊണ്ട്. അപ്പോൾ കറന്ന് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട്, അവിടെ പുകയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീറ്റ ഇതിൻ്റെ ഉള്ളിലായിട്ടോ വെച്ച് കൊടുത്തത്. അവിടെ വെച്ച് കൊടുത്ത് അവിടെ കാവുണ്ടാന്ന് വെച്ചിട്ട് അമ്മൂനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മൂൻ്റെ വൈക്കോല് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നല്ല തീ ഇട്ടിട്ടുണ്ട് കേട്ടോ, പുകയിട്ടിട്ടുണ്ട്. ഈച്ച ശല്യമൊക്കെ ഒന്ന് കുറയട്ടേന്ന് വെച്ചിട്ട്. ഇപ്പോൾ തൊഴുത്തിലെ പരിപാടി നമ്മുടെ കഴിഞ്ഞു. അതാ രാവിലത്തെ തൊഴുത്തിലെ പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പരിപാടിയാണ്. ഇനി വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്യണം. ഇന്ന് വെള്ളം വന്നിട്ടില്ല കേട്ടോ, അതാണ് നമ്മൾ പോകുന്നത്.
പാത്രം ഞാൻ കഴുകാം. അത് ഇതിൽ അയച്ചു വെക്കണമെന്ന്. വേണ്ട, അത് കുറച്ച് നേരം കഴിയുമ്പോൾ താനേ കഴിയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ തൊഴുത്തിലെ അവസ്ഥ. ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഈച്ചയുടെ ശല്യം കാരണം പാലിറക്കാൻ വേണ്ടി വന്നതാണ്. ഈച്ചയുടെ ശല്യം കാരണം പുകയിട്ടിട്ടുണ്ട്. അതെ, പാലിറക്കാം കേട്ടോ. അവിടെ കഴുകിയിട്ട് നമ്മൾ മേയ്ക്കാൻ കൊണ്ടുപോയിട്ട് അപ്പോൾ അച്ഛന് വയ്യാണ്ട് പനിയായിട്ട് കിടക്കണം. അപ്പോൾ മേയ്ക്കാൻ കൊണ്ടുപോയി. അപ്പോഴേക്കും നല്ല കൊടും മഴ പെയ്ത് അത് നമ്മൾ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട് പുകയിട്ടിരിക്കുകയാണ് കേട്ടോ. തൊഴുത്ത് ഫുള്ളും എൻ്റെ വളമൊക്കെ ഇട്ട് അലമ്പായി. കാരണം ഇന്ന് രാവിലെ തൊട്ട് തൊഴുത്തിലല്ലേ. അപ്പോൾ തൊഴുത്തൊക്കെ കഴുകി വൃത്തിയാക്കി പശുവിനുള്ളിൽ കൊണ്ട് അപ്പോൾ പുകയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലേ പൂ? വൈക്കോൽ കട്ട് എടുത്തിട്ട് വന്നാണ് ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട്. ഡ്രമ്മിലൊന്നും വെള്ളമില്ല കേട്ടോ. അപ്പോൾ നാളെ വേണം ഇതിലൊക്കെ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ വെള്ളം നനയാണ്ടിരിക്കാൻ വേണ്ടി ടാർപ്പായിട്ട് മൂടിയിട്ടിട്ടുണ്ട്. പുകയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊഴുത്തിൽ ഇപ്പോഴത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. ഇവിടെ വെള്ളം ഉണ്ടോ? മഴ വന്ന് ഇവിടെ ഭയങ്കര വെള്ളവും ചളിയുമാണ് കേട്ടോ. ഭയങ്കര വഴുക്കലുമാണ്. സൂക്ഷിച്ച് നടക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഉണ്ട് ഇപ്പോഴത്തെ പരിപാടി. കാലടിച്ച് ടെൻഷനായിട്ട് നിൽക്കണം. ഇപ്പോൾ ആശുപത്രിയിൽ പോകാൻ കേൾക്കില്ല. ശരി, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഒരു വീഡിയോ ബൈ.